അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല നാടൻ ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അതിനൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. അതുവരെ നല്ല പോലെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സവാള പെട്ടെന്ന് വഴണ്ടിട്ടാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന ടൈമിൽ നമുക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഈ കറി അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ ഇതിനും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ഒന്നും ആയിക്കോട്ടെ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. പിന്നെ അത് നന്നായിട്ട് ചാറൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2-ാം പാലാണ് കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് 2-ാം പാലുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. 2-ാം പാലിൽ ഇങ്ങനെ ചിക്കൻ കിടന്ന് വേവുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ചിക്കന്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇപ്പോൾ. പിന്നെ നമുക്കിത് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് കുറുകി വരും ചാറൊക്കെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുരുവൊക്കെ നീക്കിയിട്ടാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാല്, അതായത് നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3/4 കപ്പ് 1-ാം പാലുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം 1/2 ടീസ്പൂൺ ഉണ്ടാവും ഇത്. നല്ല പുളിയൊക്കെ ഉള്ള തക്കാളി ആണെങ്കിൽ പിന്നെ ചെറുനാരങ്ങ നീര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കണം. അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 6 ചെറിയുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെയാണ്. ഇതും കൂടി ചേർത്തിട്ട് ഈ ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തനി നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം മസാലകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം, നൂലപ്പം,
പത്തിരി, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇന്ന് അപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.